It is a natural opioid analgesic that is obtained from pain കാരണമാകുന്ന ന്യൂറോ റിസപ്റ്റേഴ്സിന് റിലീസ് അവിടെ കുറയുന്നു. ADR ഫോക്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിൻ പോയിന്റ് പ്യൂപ്പിൾ ആണ് അല്ലെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Eduooz International Academy. സോ നമ്മൾ 5 minutes കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് ഓരോ ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ്, യൂസസ്, സൈഡ് എഫക്റ്റ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എഫക്റ്റീവ് ടെക്നിക്സ് ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഡ്രഗുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒരു 5 minutes കൊണ്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മിസ് ചെയ്യാതെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ കണ്ട് നോട്ട് ചെയ്തതിന് പഠിക്കാൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രഗ് മോർഫിൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമാണ് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. സോ ഫസ്റ്റ് ഡ്രഗ് ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മോർഫിൻ ആണ് അല്ലെ. മോർഫിന്റെ ഫാർമക്കോളജി നമ്മൾ നോക്കിയാൽ മോർഫിന്റെ ക്ലാസിഫിക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇറ്റ് ഇസ് എ നാച്ചുറൽ ഒപ്പിയോയിഡ് അനാൽജസിക് ആണ് അല്ലെ. അപ്പൊ ഓർത്തു വെക്കുക, ഇറ്റ് ഇസ് എ നാച്ചുറൽ ഒപ്പിയോയിഡ് അനാൽജസിക് ആണ്. ദാറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ പെപ്പാവർ സോംനിഫറം അല്ലെ. ആ ഒരു ബയോളജിക്കൽ സോഴ്സ് എവിടെ നിന്നാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബയോളജിക്കൽ സോഴ്സും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ദാറ്റ് ഇസ് ഫ്രം പെപ്പാവർ സോംനിഫറം അല്ലെ. സോ ഇറ്റ് ഇസ് എ പ്രോട്ടോടൈപ്പ് ഡ്രഗ് ഫോർ എന്താണ്? ഒപ്പിയോയിഡ് അനാൽജസിക് അല്ലെ. ഒപ്പിയോയിഡ് അനാൽജസിക്കിന് ഒരു പ്രോട്ടോടൈപ്പ് ഡ്രഗ് ആണ്. ആൻഡ് മെയിൻലി യൂസ്ഡ് ഫോർ സിവിയർ പെയിൻ അല്ലെ. അനാൽജസിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പെയിൻ സെൻസേഷൻ അല്ലെ, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഒപ്പിയോയിഡ് അല്ലെ. ഒപ്പിയോയിഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഇസ് എ നാർക്കോട്ടിക് ഡ്രഗ് ആണ്. സോ ഓർത്തു വെക്കുക, മോർഫിന്റെ ഒരു കീവേഡ് എന്താണ്? ഇറ്റ് ഇസ് എ നാച്ചുറൽ ഒപ്പിയോയിഡ് അനാൽജസിക് ദാറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം പെപ്പാവർ സോംനിഫെറം അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. സിവിയർ പെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് അല്ലെ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ എന്താ പറഞ്ഞ? ഇറ്റ്സ് മെയിൻലി ആക്ട് ഓൺ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിനകത്ത് സ്പെസിഫിക് ആയിട്ട് വരുന്ന മ്യൂ റിസപ്റ്റേഴ്സിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മോർഫിൻ ആക്ട് ചെയ്യുന്ന എവിടെയാണ്? മ്യൂ റിസപ്റ്റേഴ്സിലാണ് അല്ലെ. സോ മ്യൂ ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സിലാണ് മോർഫിൻ ആക്ട് ചെയ്യുന്നത്. സോ ഈ മ്യൂ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. ഓർത്തു വെക്കുക, മ്യൂ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. സോ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ അഡിനൈൽ സൈക്ലേസിന്റെ ആക്ടിവിറ്റി അവിടെ ഡിക്രീസ് ആകുവാണ് അല്ലെ. എന്താണ്? അഡിനൈൽ സൈക്ലേസിന്റെ ആക്ടിവിറ്റി അവിടെ ഡിക്രീസ് ആകുവാണ്. ദെർബൈ എന്താണ്? CAMPയുടെ ലെവൽ കുറയുവാണ്. ഓക്കെ, അഡിനൈൽ സൈക്ലേസിന്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ CAMPയുടെ ആക്ടിവിറ്റി ലെവൽ അവിടെ കുറയുന്നു. സോ നമ്മൾ അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തു നോക്കുക. എന്ത് സംഭവിക്കുന്നു? K+ ചാനൽ ദാറ്റ് ഇസ് പൊട്ടാസ്യം ചാനൽ അവിടെ ഓപ്പൺ ആവുകയും ദാറ്റ് കോസ് ഹൈപ്പർ പോളറൈസേഷൻ അല്ലെ. സോ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആകുമ്പോൾ എന്താണ് നടക്കുന്നത്? ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. അതുപോലെ കാൽഷ്യം ചാനലിന്റെ ക്ലോസിംഗ് നടക്കും എന്ന് ഓർക്കുക. ഓക്കെ, കാൽഷ്യം ചാനലിന്റെ ക്ലോസിംഗ് നടന്നാൽ എന്ത് പറ്റും? നമ്മുടെ പെയിൻ റിസപ്റ്റർ അല്ലെ, പെയിൻ സെൻസേഷൻ നമുക്ക് തരുന്ന ആ ന്യൂറോ റിസപ്റ്റേഴ്സിന് റിലീസ് അവിടെ കുറയ്ക്കും അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ വേണ്ടത്? മോർഫിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പെയിൻ സെൻസേഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ മെക്കാനിസം ആണ് നമ്മൾ പറഞ്ഞത്. സോ ബ്രെയിനിലുള്ള ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ദാറ്റ് ഇസ് മ്യൂ റിസപ്റ്റേഴ്സ് ഇറ്റ് ഇസ് എ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ് അല്ലെ. സോ ഇവിടെ വന്ന് നമ്മുടെ മോർഫിൻ ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അഡിനൈൽ സൈക്ലേസിന്റെ ആക്ടിവിറ്റി അവിടെ കുറയുന്നു. ദെർബൈ CAMPയുടെ ലെവൽ കുറയുന്നു അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. K+ ചാനൽ അവിടെ ഓപ്പൺ ആകും വിച്ച് കോസ് ഹൈപ്പർ പോളറൈസേഷൻ അല്ലെ. പൊട്ടാസ്യത്തിന്റെ ഔട്ട്ഫ്ലോ നടക്കും. സോ ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. ആൻഡ് കാൽഷ്യത്തിന്റെ എന്താണ്? ആ ഒരു കാൽഷ്യം ചാനൽ അവിടെ ക്ലോസ് ആവുന്നു. ദാറ്റ് കോസ് നമ്മുടെ ന്യൂറോ റിസപ്റ്റേഴ്സ് ദാറ്റ് കോസ് പെയിൻ കാരണമാകുന്ന ന്യൂറോ റിസപ്റ്റേഴ്സിന് റിലീസ് അവിടെ കുറയുന്നു അല്ലെ. ആ ന്യൂറോ റിസപ്റ്റേഴ്സിന് റിലീസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു പെയിൻ സെൻസേഷൻ അവിടെ കുറയും അല്ലെ. അപ്പൊ ഓർക്കുക, ഫാർമക്കോളജിക്കൽ എഫക്ട് എന്തൊക്കെയാണ്? സോ CNS വരുന്ന എഫക്ട് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് എ പവർഫുൾ അനാൽജസിയ അല്ലെ. അപ്പൊ ആ വരുന്ന പെയിൻ സെൻസേഷന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ അനാൽജസിയാണ്. ആൻഡ് സെഡേഷൻ, യൂഫോറിയ അല്ലെ. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ ഒരു പ്ലസന്റ് ഭയങ്കര പ്ലഷർ ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് തരുന്നത് അല്ലെ. സോ യൂഫോറിയ ഫീലിംഗ് തരും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിപ്രഷൻ കോസ് ചെയ്യും. മയോസിസ് അല്ലെ. മയോസിസ് എന്ന് പറയുമ്പോൾ ഓർത്തുക കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ ആണ് അല്ലെ. അപ്പൊ ഒരു പിൻ പോയിന്റ് പ്യൂപ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ADR ആണ്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട ആ ഒരു
ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നമ്മൾ മോർഫിൻ എന്ന് പറയുമ്പോൾ മയോസിസ് ഓർക്കുക, ദാറ്റ് ഇസ് പിൻ പോയിന്റ് പ്യൂപ്പിൾ അല്ലെ, ദാറ്റ് കോസ് എന്താണ് ഡയഗ്നോസ്റ്റിക് സൈൻ, അങ്ങനെയാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്യൂപ്പിൾ പോലെയല്ല, എന്താണ് ഒരു പിൻ പോയിന്റ് പ്യൂപ്പിൾ ആയിരിക്കും എന്തിൽ വരുന്നത്, മോർഫിനിൽ വരുന്നതെന്ന് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ദീസ് ആർ ദ ഫാർമക്കോളജിക്കൽ എഫക്ട് ദാറ്റ് എഫക്ട് അവർ CNS അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GIT അല്ലെ, GIT നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിനെ എങ്ങനെയാണ് മോർഫിൻ എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി അവിടെ കുറയ്ക്കുന്നു അല്ലെ. ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന, കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്നു. അപ്പൊ ഓർത്തു നോക്കുക, ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കുറയുന്നു, അങ്ങനെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു. അതാണ് GIT ട്രാക്റ്റിൽ നടക്കുന്നത്. ആൻഡ് CVS എന്ന് പറയുമ്പോൾ അല്ലെ, വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ഹാർട്ട് അല്ലെ. അപ്പൊ എന്താണ്, മൈൽഡ് വാസോഡൈലേഷൻ ആണ് ആൻഡ് കോസ് പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ. പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറയുന്ന കണ്ടീഷൻ ആണ് അല്ലെ. നമ്മൾ പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ, നമുക്ക് ഒരു സ്റ്റാൻഡിങ് കണ്ടീഷനിൽ തന്നെ പെട്ടെന്ന് BP കുറയുക, അങ്ങനെ നമ്മൾ ഫെയിന്റ് ചെയ്ത് ഫോളോ ചെയ്യുക, അപ്പൊ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഓർക്കുക എന്താണ്, ഒരു പിൻ പോയിന്റ് പ്യൂപ്പിൾ ദാറ്റ് ഇസ് മയോസിസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ, ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ആണല്ലോ, ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ദാറ്റ് എഫക്ട് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. സോ അപ്പൊ നമ്മൾ മോർഫിന്റെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കി, ഫാർമക്കോളജിക്കൽ ആക്ഷൻ നോക്കി, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ADR ആണ് അല്ലെ. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ADR ഫോക്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ADRs എന്താണ്, നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. അപ്പൊ ADR കോമൺ ADR ആയിട്ട് വരുന്നതാണ്, ദാറ്റ് ഇസ് നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, സെഡേഷൻ, അതുപോലെ തന്നെ പ്യൂരിറ്റിസ് അല്ലെ. അപ്പൊ ഈ പ്യൂരിറ്റിസ് ഒക്കെ അത് വരുന്നപ്പോ ഈ പറയുന്ന കോമൺ ഏരിയാസ് ആണ് മിക്കത് നമ്മുടെ മോർഫിനിൽ വരുന്ന അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് സീരിയസ് ആയിട്ടുള്ള ഏരിയാസ് ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ആ സീരിയസ് ആയിട്ട് വരുന്ന ഏരിയാസ് നമുക്ക് നോക്കാം. എന്താണ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെ. റെസ്പിറേഷൻ നമുക്കൊരു ആ ഒരു റെസ്പിറേറ്ററി ഡിപ്രഷൻ കോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ആൻഡ് ടോളറൻസ് അല്ലെ. അപ്പൊ ആ ഒരു ഡ്രഗിനോട് നമുക്ക് ഭയങ്കര ഡിപ്പെൻഡൻസ്, എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ നോർമൽ ഡോസ് ആ ഒരു ഡോസ് ഓഫ് ഡ്രഗ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അല്ലെ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഒക്കെ നടക്കാൻ ആ ഒരു ഡ്രഗിനോട് നമുക്ക് ഒരു അഡിക്ഷൻ, ഒരു ഡിപ്പെൻഡൻസ് വരുന്നു അല്ലെ. അതുപോലെ തന്നെ ടോളറൻസ്, നമുക്ക് ചെറിയൊരു ഡോസിൽ ഇപ്പൊ നമ്മൾ ലോങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡോസിൽ പോലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാതെ വരുന്നു അല്ലെ. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡൻസ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോടെൻഷൻ. സോ ദീസ് ആർ ദ സീരിയസ് ഏരിയാസ് ദാറ്റ് റിലേറ്റഡ് ടു മോർഫിൻ. എന്തൊക്കെയാണ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, അതുപോലെ ഡിപ്പെൻഡൻസ് ആൻഡ് ടോളറൻസ് ആൻഡ് ഹൈപ്പോടെൻഷൻ അല്ലെ. അപ്പൊ ഓർക്കുക, നെക്സ്റ്റ് നമ്മൾ ട്രയാഡ് ഓഫ് ഒപ്പിയോഡ് ഓവർഡോസ് എന്ന് പറഞ്ഞ ഒരു 3 പോയിന്റ്സ് ഓർത്തു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മോർഫിന്റെ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ഒരു 3 പോയിന്റ്സ് ആണ് ഓവർഡോസ് അല്ലെ. ഒപ്പിയോഡ് ഓവർഡോസ് വരുമ്പോൾ വരുന്ന ഒരു മെയിൻ 3 പോയിന്റ്സ് ആണ് ഇതൊക്കെ. ദാറ്റ് ഇസ് കോമ, പിൻ പോയിന്റ് പ്യൂപ്പിൾസ് ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഇതൊന്ന് ഓർത്തു വെക്കുക. കോമ, പിൻ പോയിന്റ് പ്യൂപ്പിൾ ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെ. അപ്പൊ ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ആ ഒരു പിൻ പോയിന്റ് പ്യൂപ്പിൾ അല്ലെ. ഇപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്യൂപ്പിൾ പോലെയല്ല കൺസ്ട്രിക്ട് ചെയ്ത് അല്ലെ. അവിടെയുള്ള ഐറിസിലുള്ള മസിൽസ്, സർക്കുലർ മസിൽസിന്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ട് നമുക്ക് പിൻ പോയിന്റ് ആയിട്ടുള്ള പ്യൂപ്പിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ട്രയാഡ് ഓഫ് ഒപ്പിയോഡ് ഓവർഡോസ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ ഓർത്തു വെക്കണം. എന്തൊക്കെയാണ്, കോമ, അതുപോലെ തന്നെ പിൻ പോയിന്റ് പ്യൂപ്പിൾസ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് അല്ലെ. അപ്പൊ ഏതൊക്കെ ഡ്രഗ്സ് ആയിട്ടായിരിക്കും നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് വരുന്നത് നോക്കാം. ബ്രോങ്കിയൽ ആസ്മ, അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസിൽ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, പ്രഗ്നൻസിയിൽ നമുക്ക് ഭയങ്കര റിസ്ക് തരുന്ന ഒരു ഡ്രഗ് ആണ്. സോ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓർക്കുക, അപ്പൊ നമ്മൾ ഇത്ര ഓവർഡോസ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡ്രഗ് കൊടുത്തല്ലേ, ഒരു ആന്റിഡോട്ട് കൊടുത്ത് നമ്മൾ നോർമലൈസ് ആക്കണം അല്ലെ. അപ്പൊ നമ്മുടെ മോർഫിന്റെ ഓവർഡോസ് അല്ലെങ്കിൽ മോർഫിന്റെ ഓവർഡോസ് നടന്നാൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ് നമുക്ക് അറിയുന്ന ഒരു ഡ്രഗ് ആണ് അല്ലെ. നലോക്സോൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഒപ്പിയോഡ് ആന്റഗോണിസ്റ്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കും, നമ്മുടെ റെസ്പിറേറ്ററി ഡിപ്രഷനെ റിവേഴ്സ് ചെയ്യും അല്ലെ, ബാക്ക് ടു നോർമൽ ആക്കും. സോ ആ ഒരു ഒപ്പിയോയിഡിന്റെ നമ്മുടെ മോർഫിന്റെ ആന്റിഡോട്ട് ഏതാണ്, ദാറ്റ് ഇസ് നലോക്സോൺ ആണ്. ഓർത്തു വെക്കുക, നലോക്സോൺ ആണ് ഒപ്പിയോഡ് ആന്റഗോണിസ്റ്റ്. ചോദിക്കുന്നതാണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കിനി ഒരു ഈസി ട്രിക്ക് ആയിട്ട് അല്ലെ, ആ ഒരു സൈഡ് എഫക്ട്സ്, നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് നമ്മൾ പഠിച്ചു, ഡിസ്കസ് ചെയ്ത്, ട്രയാഡ്സ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മളിത് ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് നമുക്കൊരു കോഡ് വെച്ച്, ഒരു ന്യൂമോണിക്സ് വെച്ച് പഠിക്കാം. അപ്പൊ നമ്മളിത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മോർഫിൻ അല്ലെ, ആ ഒരു വേർഡിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ന്യൂമോണിക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ, ഈ മോർഫിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സൈഡ് എഫക്റ്റ് ആയിട്ട് മോർഫിൻ ഒരു വേർഡ് തന്നെ ആലോചിക്കുക. അപ്പൊ M4 എന്താണ് വരുന്നത്, ദാറ്റ് ഇസ് മയോസിസ്
ആണ് അല്ലെ. M4 മയോസിസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പിൻ പോയിന്റ് പ്യൂപ്പിൾ ആണ് അല്ലെ, പിൻ പോയിന്റ് പ്യൂപ്പിൾ ആണ്. സോ മയോസിസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ന്യൂമോണിക്സിൽ ഫസ്റ്റ് M അല്ലെ, ദാറ്റ് ഇസ് മയോസിസ്. ആൻഡ് O ഫോർ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെഡേഷൻ അല്ലെങ്കിൽ ഡ്രൗസിനെസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഫുള്ളി ഒരു കാംനെസ് ഫീൽ ആണ് അല്ലെ, അല്ലെങ്കിൽ CNS ഡിപ്രഷൻ ആണ് നമുക്ക് നടക്കുന്നത്. സോ O ഫോർ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് ആലോചിക്കുക, ദാറ്റ് ഇസ് സെഡേഷൻ ആൻഡ് ഡ്രോസിനസ്. ആൻഡ് R ഫോർ റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെ, നമ്മൾ ട്രയാഡിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ADR ആണ് എന്ത് പറഞ്ഞത്, ദാറ്റ് ഇസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ P പറഞ്ഞല്ലേ, ദാറ്റ് ഇസ് ന്യൂമോണിയ ദാറ്റ് ഇസ് എന്താണ് ആസ്പിറേഷനിൽ നമുക്ക് റിസ്ക് വരുന്നത്. അപ്പൊ അത് ഓർക്കുക. ദെൻ H ഫോർ ഹൈപ്പോടെൻഷൻ അല്ലെ, പോസ്റ്റുലർ ഹൈപ്പോടെൻഷൻ നമ്മൾ പറഞ്ഞു. സോ ഹൈപ്പോടെൻഷൻ ഓർക്കുക. ദെൻ I ഫോർ ഇൻഫ്രീക്വൻസി. അപ്പൊ എന്തിലൊക്കെ ആയിരിക്കും ഇൻഫ്രീക്വൻസി വരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, GI മോട്ടിലിറ്റി അവിടെ കൂടുതലാണ്. സോ അവിടെ കോൺസ്റ്റിപ്പേഷൻ, GI മോട്ടിലിറ്റി കുറവാണ് അല്ലെ, ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കുറവാന്ന് പറഞ്ഞു. സോ കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ നമ്മൾ യൂണറി റിട്ടൻഷൻ ഒന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് N ഫോർ നോസിയ അല്ലെ, N ഫോർ നോസിയ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈഡ് എഫക്ട് ഓഫ് മോർഫിൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് E ഫോർ MSS ആണ് നമുക്കറിയാം, ആൻഡ് നോസിയ MSS അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്, M ഫോർ മയോസിസ്, O ഫോർ ഔട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഇസ് സെഡേഷൻ ആൻഡ് ഡ്രോസിനസ്, ആൻഡ് R ഫോർ റെസ്പിറേറ്ററി ഡിപ്രഷൻ, ദെൻ P ഫോർ ന്യൂമോണിയ, H ഫോർ ഹൈപ്പോടെൻഷൻ, I ഫോർ ഇൻഫ്രീക്വൻസി, N ഫോർ നോസിയ, ആൻഡ് E ഫോർ MSS ഓർ വോമിറ്റിംഗ് അല്ലെ. അപ്പോൾ ഇത് ന്യൂമോണിക്സ്, മോർഫിൻ എന്ന് പറഞ്ഞ പേരെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ന്യൂമോണിക്സ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ അല്ലെ, ഒരു പിൻ പോയിന്റ് പ്യൂപ്പിൾ പിൻ പോയിന്റ് പ്യൂപ്പിൾ മോർഫിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് വരുന്ന ഒരുപാട് എക്സാംസിന് ചോദിക്കുന്ന ഒരു മെയിൻ ADR ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെ, ആ ഒരു പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അത് സ്കിപ്പ് ചെയ്യരുത്. മോർഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഏതൊരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കി, ഫാർമക്കോളജിക്കൽ ആക്ഷൻ നോക്കി, ADR നോക്കി, കോമൺ ആയിട്ട് വരുന്ന ADR നോക്കി, സീരിയസ് ആയിട്ട് വരുന്ന ADR നോക്കി, ന്യൂമോണിക്സ് വെച്ച് അത് പഠിച്ചു, പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻ വരുന്ന കണ്ടീഷൻസ് പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങൾ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 10 കാര്യങ്ങൾ നമ്മൾ മോർഫിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അത് സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചു പോകുക. കൂടുതൽ വീഡിയോസ് വേണ്ടി ഫോളോ ചെയ്യുക. താങ്ക്